ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3-4 ദിവസത്തെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3-4 ദിവസത്തെ വീഡിയോസാണ് ഈ ഒരു ഒറ്റ വീഡിയോക്ക് പോണതുകൊണ്ടുള്ള എക്സൈറ്റ്മെന്റ് ആണോ അതോ ട്രെയിൻ കയറാൻ അറിയാണ്ടാണോ എന്നറിയില്ല. ഞങ്ങൾ പകുതി പേര് വേറെ ട്രെയിനിലും പകുതി പേര് വേറെ ട്രെയിനിലും ആയിപ്പോയി കയറിയത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവരെ കണ്ടുമുട്ടി. ഇവിടെ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് വരാം. ഇത് നമ്മളെ കുറ്റിപ്പുറം ഷഹല ആൻഡ് കൂടെ ഉള്ളതാണ് കോഴിക്കോട്ട് നൗറി. ഇത് അൻസിൽ, ഇത് നമ്മൾ അൻഷാദിക്ക, ഇത് നമ്മളെ നിഹാസിക്ക ആൻഡ് ഇത് ക്യൂട്ടി സുഹൈൽ. ദിസ് ഈസ് ഓൾസോ അവർ റിയാസിക്ക. പിന്നെ ഇത് നമ്മുടെ പുതിയ യൂട്യൂബർ വർഷ ഉണ്ണികൃഷ്ണൻ ആൻഡ് ദിസ് ഈസ് സനിജ സദിഖലി. പിന്നെ വർഷയുടെ അപ്പുറത്ത് ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫിദ. പിന്നെ ഏത് നേരവും സ്നാപ്പിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇവനാണ് ഷിജിൻ. പിന്നെ ഇത് നമ്മളെ സ്വന്തം അഹ്സാൻ ആൻഡ് ദിസ് ഈസ് അഫ്രീ. അപ്പൊ നമ്മൾ ഇത്രയധികം പേര് കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു മീൽസ് ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോഴേക്കും ഞങ്ങൾക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിന് കയറാനുള്ള. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിന് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ പുതിയ യൂട്യൂബറിന്റെ പുതിയ ഐഡിയകളാണ് ഇതൊക്കെ. ഇൻട്രോ നമുക്ക് വൈകുന്നേരം പറഞ്ഞിട്ട് കുറച്ച് മുന്നത്തെ കാര്യങ്ങൾ കാണിച്ചു തരാൻ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതും വേഗം റൂമിൽ എത്തിയാൽ മതി എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ പോയത്. അത്രയും ടയർഡായിട്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഏതോ ഒരു കാട്ടിലായിരുന്നു ഞങ്ങൾ PG. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് കുറേ കണ്ടുപിടിച്ച് ലാസ്റ്റ് അവസാനം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അവിടെ എത്തി പിന്നെ പോയി ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് ഡേ 2 കാണാം. ഇന്ന് ഞങ്ങൾ നേരത്തെ എനിക്ക് റെഡിയായി നേരെ പോണത് ഫോട്ടോ വെച്ചിട്ടാണ്. കാരണം 2 to 5 ആണ് ക്ലാസ്. അതിനു മുമ്പ് നമുക്ക് തിരിച്ചു വരണം. ഞങ്ങൾ നിന്ന അപ്പാർട്ട്മെന്റിൽ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നടന്നു പോയി ഒരു ബൂസ്റ്റ് കുടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഫോട്ടോ കൊച്ചി പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പോയി നേരെ മെട്രോയിൽ കയറി. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. പിന്നെ അവിടെ നിന്ന് വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഫോട്ടോ കൊച്ചിയിൽ പോകാനുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ അവസാനം എത്തിപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് എത്തി. അവിടെ നിന്ന് നേരെ ഫോട്ടോ കൊച്ചിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ച് നിന്നുണ്ട്. ഇവരൊന്നും ഇല്ലാതെ ഇൻട്രോ എടുത്തെന്നാണ് അവൻ പറയണത്. പക്ഷെ ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് നേരെ വാട്ടർ മെട്രോന്റെ അകത്ത് കയറി. ആദ്യം ഞാൻ വലിയ കാര്യത്തിൽ കയറിപ്പോയി. പക്ഷെ അത് എക്സിറ്റ് ആയിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീണ്ടും അവരെ കൂടെ തന്നെ പോയി. ഞാൻ എന്റെ ഫസ്റ്റ് ടൈമാണ് വാട്ടർ മെട്രോയിൽ കയറുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അതിനകത്ത് കയറിയപ്പോ പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് വീണ്ടും കുറച്ചു നേരം കൂടിയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽ ഈ ഒരു സംഭവം കണ്ടത്. അതെന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസിലിന്റെ ചോക്ക് പാന്റ്. അങ്ങനെ ഞങ്ങൾക്ക് കയറാനുള്ള കാർഡ് കിട്ടി. അപ്പൊ ഞങ്ങൾ എല്ലാവരും മെട്രോന്റെ അകത്ത് കയറി. അങ്ങനെ ഫിദന്റെ സ്ലേറ്റിൽ വീഡിയോ എടുത്തിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ച് വേഗം ഓടി പോയപ്പോഴാണ് അതിനകത്ത് ഞങ്ങളും പിന്നെ വേറെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ ഇരിക്കണം എന്ന് ആകെ കൺഫ്യൂഷൻ ആയി. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയ പുതിയ യൂട്യൂബറായ വർഷ ഉണ്ണികൃഷ്ണനെ വീണ്ടും കണ്ടുമുട്ടുന്നത്. പിന്നെ അപ്പുറത്തിരുന്ന് അവൻ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ആക്കരുത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ആ മെട്രോയിൽ ഫുള്ള് ഒച്ചയും വീലൊക്കെ എടുത്തിട്ട് കൂടെ ഉണ്ടായിരുന്നവരെ എയറിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. പിന്നെ ഈ ഇരിക്കുന്ന രണ്ടുപേരും ഞാൻ ആദ്യം കാണിച്ച സെലിബ്രിറ്റീസ് ആണ്. ഇവർ ഭയങ്കര ബിസി ആണെന്നാണ് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിൽക്കണ ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോഴാണ് തോന്നുന്നത് ചിരിക്കണേ. അങ്ങനെ ഞങ്ങൾ കുറേ ഞങ്ങൾ നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസും നല്ല വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ട് അന്വേഷിച്ചായി പിന്നത്തെ നടത്താം. അപ്പൊ അതേ പിന്നെ ഇവള് വർഷ ടീം ലീഡർ പോലെ ഫ്രണ്ടിൽ നടന്നിട്ട് ബാക്കി എല്ലാവരെയും അവരുടെ വ്ളോഗിൽ എടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും സനിജയും അവസാനം കൂടെ മൈ ബൈക്കിന്റെ ആപ്പിൽ നിന്ന് സൈക്കിൾ എടുക്കാൻ വേണ്ടി സൈക്കിൾ അന്വേഷിച്ചായിരുന്നു പിന്നെ അത് നടത്താം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് 2 മണിയാകുമ്പോഴേക്കും ക്ലാസ്സിൽ കയറാൻ പറ്റിയെന്ന് വരില്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നു, ലഞ്ച് നമ്മൾ കുറച്ച് കേറ്റി പിടിക്കുന്നു. ഫ്രഞ്ച് ഇപ്പൊ
എന്തായി ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇപ്പൊ ബ്രഞ്ചായി ഒരു പഴംപൊരിയും ചായയും കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒതുക്കി. അത് കഴിഞ്ഞ് ലഞ്ച് കയറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ട് അത് അതിനേക്കാളും അപ്പുറമായിരുന്നു. പുതിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യണം. ഋഷിധര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കേട്ടില്ലേ, വർഷ ഉണ്ണികൃഷ്ണന്റെ പുതിയ ചാനലാണ് ഗോസിപ്പ് വിത്ത് ഫസി. അപ്പോൾ എല്ലാവരും അതും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന മൈ ബൈക്ക് ആപ്പിൽ നിന്ന് സൈക്കിൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സൈക്കിൾ കംപ്ലൈൻറ്റ് ഇല്ലാത്തതൊക്കെ ഞങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ 6ാം ക്ലാസ് തൊട്ട് +2 വരെ സ്കൂളിലേക്ക് സൈക്കിൾ ചോട്ടിപ്പോയ ഫുള്ള് കഴിവ് കൊടുത്തു. കാരണം അതിനുശേഷം ഞാൻ സൈക്കിളേ ചോട്ടിയിട്ടില്ല. പിന്നൊക്കെ വേറെ വേറെ ടീമായി. സൈക്കിൾ ഉള്ളവരൊരു ടീം, സൈക്കിൾ ഇല്ലാത്തൊരു വേറെ ടീം, സൈക്കിളും ഒപ്പം നടന്നും വരുന്നവരൊരു ടീം. അങ്ങനെ എല്ലാവരും കൂടെ അവസാനം ഒരു പാലസിലെത്തി. അങ്ങനെ ടീമായി വന്നവരൊക്കെ പാലസിന്റെ ഉള്ളിൽ കണ്ടിറങ്ങി. കുണ്ടത്തില് ചിജിന പോയിരുന്നേ, കുണ്ടത്തില്. അത് ശരി, ചേച്ചിന് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടായ കാര്യം ആരും പറഞ്ഞില്ല. അത് ഞങ്ങൾ അവിടെ ഫുള്ളല്ല കുറച്ചൊക്കെ കണ്ട് നേരെ ഞങ്ങൾ വീണ്ടും വന്ന പോലെ തന്നെ മെട്രോയിൽ കയറി, പിന്നെ വാട്ടർ മെട്രോയിൽ കയറി, പിന്നെ ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തി. ക്ലാസ് ഒരു 3 hours ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സോപ്പി ഫുട്ബോളിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ വന്നിട്ട് ഞങ്ങൾ ഗേൾസ് മാത്രം സോപ്പി ഫുട്ബോളിന് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ കളിച്ചിട്ട് ഒരാഴ്ച ICU കിടന്ന പോലെ മേലെടുക്കാൻ പറ്റാണ്ടാണ് ഞാൻ വീട്ടിൽ കിടന്നത്. അതെനിക്ക് നല്ല ഓർമ്മ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഇവരെ കൂടെ ഞാൻ കളിക്കാൻ നിന്നില്ല. അങ്ങനെ ഞാനും സനിജയും കൂടെ ഫ്രണ്ടിൽ കുറച്ച് കഫേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഫേയിൽ പോയി. അങ്ങനെ സ്മൂച്ചോ എന്നൊരു ചോക്ലേറ്റ് സുനാമി ആൻഡ് പിന്നെ അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ഹോട്ടോഗും കൂടെ മേടിച്ച് കഴിച്ചു. അങ്ങനെ കഥയും പറഞ്ഞ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 1 hour ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കളി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ കൂടെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ബ്രഞ്ചും ഒക്കെ സ്കിപ്പ് ചെയ്തതിന് ഇവിടെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. കടല ചേട്ടൻ വലിയ കോൺഫിഡൻസിൽ ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടിയതൊരു അട പോലത്തെ സാധനം. വേറെ വഴിയില്ലാണ്ട് അത് തന്നെ കഴിച്ചു. ഞങ്ങൾ പിന്നെ ഇന്നത്തെ ഫുള്ള് പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലും അവരവരുടെ റൂമിലും പോയി. ഇനി നമുക്ക് ഡേ 3 കാണാം. ഡേ 3 എല്ലാവരും നല്ല ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. നേരെ ഞങ്ങൾ ഊബർ വിളിച്ചിട്ട് ക്ലാസ്സിന് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിച്ചിട്ട് നേരെ നമ്മൾ ക്ലാസ്സിൽ കയറി. അപ്പോൾ വെയിലത്ത് ക്ലാസ്സിലേക്കുള്ള നടത്താണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ക്ലാസ് എത്തി. ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. നേരെ ഞാനും സനിജയും ഷെഹലയും നൗറിനും കൂടിയിട്ട് നൗറിൻ്റെ കസിൻ്റെ ഫ്ലാറ്റിൽ പോയി. കൈലൈൻ ഐവിലേക്കിലാണ് അവർ താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ലൊക്കേഷനൊക്കെ ഇട്ട് പോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ അവർ ഫ്ലാറ്റിൽ കയറാണ്ട് അവിടെ ചുറ്റി കണ്ടു. കുറേ നല്ല രസമുണ്ടായിരുന്നു. കുറേ പൂളും പിന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യത്തിൽ പോയി. പക്ഷെ മൂപ്പരാൾ എവിടെ പണിയെ അവതരിപ്പിച്ചാലും അങ്ങനെ തന്നെ. അത് കാരണം ഏറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അവിടുത്തെ ഒരു ബാൽക്കണി എന്നുള്ള വ്യൂ ആണിത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു. അതിനെ കരയിപ്പിക്കലായിരുന്നു പിന്നെ മെയിൻ. അതിനെന്താ ഞങ്ങൾ അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടുത്തെ വേറെ കുട്ടികളൊക്കെ ആയിട്ട് അടുത്ത കസിൻ്റെ ഫ്ലാറ്റ്, അതും ഇതിൻ്റെ അടുത്ത് സ്കൈലൈനിൽ തന്നെ ആയിരുന്നു. അപ്പൊ നൗറി 10 തള്ളൊക്കെ തള്ളി അതിനെ കൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾ പിന്നാലെ ഉണ്ട്. അങ്ങനെ അടുത്ത ഫ്ലാറ്റിൽ പോയിട്ട് അടുത്ത സർപ്രൈസ്. പക്ഷെ ഇവരും ഞെട്ടില്ല. സാറിന് നൗറി നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. എന്നിട്ട് അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന ഈ ഒരാളുണ്ടല്ലോ, മൂപ്പരാൾ ആരോട് അത്ര പെട്ടെന്ന് കമ്പനി ആവില്ല. പക്ഷെ ഞങ്ങളോട് കമ്പനി കഴിവ് തന്നെ അല്ലേ. അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ലുലുമാളിക്കാണ്. അങ്ങനെ ഷെഹലയുടെ അനിയന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ നോക്കിയല്ല വാങ്ങി. പിന്നെ സനിജയുടെ ഇത്താടുണ്ണിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. നേരെ ഞങ്ങൾ ഫണ്ടൂരയിൽ കയറി. ഇതായിരുന്നു മെയിൻ ലക്ഷ്യം. കൊച്ചിയിൽ ഇങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, നമുക്ക് 0 ഗ്രാവിറ്റിയിൽ കയറണം എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ ആ ആഗ്രഹം നടന്നു. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. അതായിരുന്നു അതിനുള്ളിലെ അവസ്ഥ. പിന്നെ അടുത്തേൽ കയറി. അടുത്തത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊക്കെ ഇരുന്നു. പക്ഷേ ആ ചേച്ചി വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ പൊന്തും പിന്നെ താഴും, പിന്നെ അത് റിവേഴ്സ് വരും, അതുപോലെ തന്നെ പൊന്തും താഴും, അങ്ങനൊക്കെ തന്നെ എന്തൊക്കെ ആയിരുന്നു. പക്ഷെ രണ്ടും അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കളിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ കുഞ്ഞു ഗെയിംസ് കളിക്കാന്ന് വിചാരിച്ചു. അതിൽ ഫസ്റ്റിന് ഞാൻ തന്നെയാണ് പോയത് ഈ ബൊമ്മനെടുക്കാൻ. പക്ഷെ കിട്ടിയില്ല. ആ ബൊമ്മയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇവരെന്നോട് അതെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതെടുത്തേ. പക്ഷെ ഇവരെന്നെ ചതിച്ചതാ. അത് കഴിഞ്ഞ് അഫ്രി നോക്കി, അഫ്രിക്ക് കിട്ടി. ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയില്ല. നമുക്ക് വിഷമൊന്നുമില്ല. എന്നാലും ഇത് പുതിയ പീസാണ്. ഫ്രഷ് 28 മൈലേജ് പുത്തൻ പീസാണ്. പിന്നെ ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഫുള്ള് കാർബൺ ഫൈബർ ആണ് കേട്ടോ. പവർ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി അറിയണമെങ്കിൽ നിങ്ങൾ അഹസാൻ അബീദിനെ കോൺടാക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യാണ് പരമാവധി മുതലാക്കിയിട്ടേ പോരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യൂൻസ് വാക്കുവേലും കൂടെ പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഗെയിമൊക്കെ കളിച്ചിട്ട് ഡയറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡയറാണ് ആ കാണുന്നത്.
അപ്പോൾ ഗൈസ് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്, അതായത് 4th ഡേ. അപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് പേര് ബസ്സിലും കുറച്ച് പേര് ട്രെയിനിലും ആണ് പോയത്. എനിക്ക് ബസ്സാണ് കുറച്ചും കൂടി എളുപ്പം, അപ്പം ഞാൻ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഊബർ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി, പിന്നെ ബസ് കയറി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു 4 days വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.